ഹലോ, ഈ വീഡിയോയിൽ പോളിനോമിയൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോളിനോമിയൽ ഇക്വേഷൻസ്. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 x raised to n plus a1 x raised to n minus 1 plus etc. an, where a0 not equal to 0 be a polynomial in x of degree n. ഇതാണ് n ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ. ഇത് n ഡിഗ്രി ആണ് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റായ a0 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഈ പോളിനോമിയൽ ഫംഗ്ഷനെ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഒരു പോളിനോമിയൽ ഇക്വേഷൻ കിട്ടും. Then a0 x raised to n plus a1 x raised to n minus 1 plus etc. an equal to 0 is called a polynomial equation in x of degree n. Degree n ആവണമെങ്കിൽ ഇവിടെയും a0 not equal to 0 എന്ന കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെ 0 എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോംപ്ലക്സ് നമ്പർ ആൽഫ ഈസ് കോൾഡ് സീറോ ഓഫ് ദ പോളിനോമിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. അങ്ങനെ ഈ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് പോളിനോമിയൽ ഫംഗ്ഷന്റെ ഒരു സീറോയിനെ നമ്മൾ ഇക്വേഷന്റെ റൂട്ട് എന്ന് വിളിക്കും. A number alpha is said to be a root of the equation 1 provided alpha is a zero of the polynomial f of x. അപ്പോൾ ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ ഓൾറെഡി ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. എവറി പോളിനോമിയൽ ഓഫ് ഡിഗ്രി n has n and only n zeros. n ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷന് എക്സാക്ട്ലി n സീറോസേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് പോളിനോമിയൽ ഇക്വേഷൻ അതുപോലെ റൂട്ട് എന്നീ ടേംസ് ഉപയോഗിച്ച് നമുക്ക് റീറൈറ്റ് ചെയ്യാം. എവറി പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി n has n and only n റൂട്ട്സ്. ഇനി ഒന്ന് രണ്ട് റിമാർക്സ് ആണ് പോളിനോമിയൽ ഇക്വേഷൻസുമായി റിലേറ്റ് ചെയ്തിട്ട്. ഒന്നാമത്തേത്, ഒരു nth ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ ജനറൽ ഫോം നമുക്ക് പല രീതിയിൽ എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു രീതി a0 x raised to n plus a1 x raised to n minus 1 plus etc. an equal to 0. ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് a0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൻ്റെ ലീഡിങ് കോഎഫിഷ്യൻറ്റ്, അതായത് എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കി നമുക്ക് മാറ്റാം. അങ്ങനെ എഴുതുന്ന രീതിയാണ് എക്സ് റേസ് ടു n പ്ലസ് p1 x raised to n minus 1, where p1 is equal to a1 divided by a0 plus p2 x raised to n minus 2 plus etc. pn equal to 0. അങ്ങനെ ലീഡിങ് കോഎഫിഷ്യൻറ്റ് 1 ആയിട്ടുള്ള ഇക്വേഷൻസ് പല ആപ്ലിക്കേഷനിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് അത്ര കണ്ട് ഉപയോഗിക്കാത്ത, ഡിഗ്രി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാത്ത ഒരു രീതിയാണ് a0 x raised to n plus n a1 x raised to n minus 1 plus n into n minus 1 by 2 factorial a2 x raised to n minus 2 plus etc. plus an equal to 0. ഇവിടെ കോഎഫിഷ്യൻറ്റിൻ്റെ കൂടെ ഫസ്റ്റ് കോഎഫിഷ്യൻറ്റിൻ്റെ കൂടെ 1 ഉണ്ട്, സെക്കൻഡ് കോഎഫിഷ്യൻറ്റിൻ്റെ കൂടെ n ഉണ്ട്, തേർഡ് വണ്ണിൻ്റെ കൂടെ n ഇൻറ്റു n മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഉണ്ട്. ഈ ടേംസ്, ആ ടേംസിനെയാണ് നമ്മൾ ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്ന് പറയുക. ഹിയർ ബൈനോമിയൽ കോഎഫിഷ്യൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ഈ ലാസ്റ്റ് ഇക്വേഷനെ നമുക്ക് ചുരുക്കി ഈ ഫോർമാറ്റിൽ എഴുതാം. a0 a1 a2 etc. an. ഇത് ഒരു ഓർഡേർഡ് n+1 ട്രിപ്പിൾ ആണ്. n+1 കോർഡിനേറ്റ്സ് ഉണ്ട്. ഈ ഓർഡർ മാറ്റാൻ പാടില്ല. ഇൻറ്റു x1 raised to 1 equal to 0.
ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് ഇക്വലന്റ് ടു ദിസ് എക്സ്പ്രഷൻ. ബൈനോമിയൽ കോഎഫിഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് അത്. നെക്സ്റ്റ് റിമാർക്ക്, നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലും പഠിക്കുന്നത് പോളിനോമിയൽ ഇക്വേഷൻസ് മാത്രമാണ്. അപ്പോൾ ഇക്വേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഒരു പോളിനോമിയൽ ഇക്വേഷനെ ആയിരിക്കും. Since we are going to deal with polynomial equations only, we shall simply use the word equation to mean a polynomial equation. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇക്വേഷന്റെ റൂട്ട്സുമായി റിലേറ്റ് ചെയ്ത കുറച്ച് തിയറംസ് ആണ്. ജനറൽ തിയറംസ് റിഗാർഡിംഗ് റൂട്ട്സ് ഓഫ് ആൻ ഇക്വേഷൻ. ആദ്യത്തെ തിയറം, ഒരു കോംപ്ലക്സ് നമ്പർ ആൽഫ പ്ലസ് ഐ ബീറ്റ ഒരു ഇക്വേഷന്റെ റൂട്ടാണ് എങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് പെയർ, ദാറ്റ് ഈസ് ആൽഫ മൈനസ് ഐ ബീറ്റ, ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. ഇതാണ് ഫസ്റ്റ് തിയറം. ഇഫ് ദ ഇക്വേഷൻ a0 x raised to n plus a1 x raised to n minus 1 plus etc. an minus 1 x plus an equal to 0, where ഇവിടെ കോഎഫിഷ്യൻസിന് കണ്ടീഷൻ ഉണ്ട്. ജനറലി ഒരു ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് കോംപ്ലക്സ് നമ്പർ ആകാം. പക്ഷെ ഈ തിയറം വാലിഡ് ആകുന്നത് കോഎഫിഷ്യൻസ് റിയൽ നമ്പേഴ്സ് ആകുമ്പോൾ മാത്രമാണ്. a0, a1, a2, etc. an are real numbers. a0 not equal to 0, അത് ഡിഗ്രി n ആണ് എന്ന് ഉറപ്പിക്കാനാണ്. has a complex root alpha plus I beta, then it has also a complex root alpha minus I beta. Okay, ഇതിന്റെ പ്രൂഫ് പോകുന്നത് ആൽഫ പ്ലസ് ഐ ബീറ്റ ഈ ഇക്വേഷന്റെ റൂട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആൽഫ പ്ലസ് ഐ ബീറ്റ ഈ ലെഫ്റ്റ് സൈഡിലെ പോളിനോമിയൽ ഫംഗ്ഷന്റെ 0 ആണ് എന്നാണ്. ഈ ലെഫ്റ്റ് സൈഡിലെ പോളിനോമിയൽ ഫംഗ്ഷനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ ഈ തിയറത്തിൽ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഈസ് എ 0 ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്, ദെൻ alpha minus I beta is also a 0 of the polynomial f of x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. We have to show that if alpha plus I beta is a 0 of the polynomial f of x is equal to a0 x raised to n plus a1 x raised to n minus 1 plus etc. an minus 1 x plus an, then both alpha plus I beta and alpha minus I beta are its zeros. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഇങ്ങനെ ഒരൊറ്റ സെന്റൻസിൽ നമുക്ക് ചുരുക്കാം. അതായത് റിയൽ കോഎഫിഷ്യൻസ് ഉള്ള ഒരു പോളിനോമിയൽ ഇക്വേഷന് കോംപ്ലക്സ് റൂട്ട് കോൺജുഗേറ്റ് പെയറായി മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഒരൊറ്റ കോംപ്ലക്സ് റൂട്ട് മാത്രമായിട്ട് ഉണ്ടാവില്ല. ആൽഫ പ്ലസ് ഐ ബീറ്റ റൂട്ട് ആണെങ്കിൽ ആൽഫ മൈനസ് ഐ ബീറ്റ വിൽ ഓൾസോ ബി എ റൂട്ട് ഓഫ് ദ സെയിം ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഈ ആൽഫ പ്ലസ് ഐ ബീറ്റ, ആൽഫ മൈനസ് ഐ ബീറ്റ ഈ രണ്ട് ടേം ഉപയോഗിച്ച് ഞാൻ അത് 0 ആയാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടർ 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല, പ്രൂവ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആ കറസ്പോണ്ടിങ് ഫാക്ടറിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. എക്സ് മൈനസ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ മൈനസ് ഐ ബീറ്റ. മൈനസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് ആൽഫ മൈനസ് ഐ ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ പ്ലസ് ഐ ബീറ്റ. ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോർമാറ്റിലാണ് കിടക്കുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് ആൽഫ ദ ഹോൾ സ്ക്വയർ മൈനസ് ഐ ബീറ്റ ഹോൾ സ്ക്വയർ കിട്ടും. അവിടെ ഐ സ്ക്വയർ എന്ന ടേം വരുന്നുണ്ട്. ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 ആണ്. അങ്ങനെ നടുക്കുള്ള -1 പ്ലസ് ആയി മാറുന്നു. അപ്പോൾ എക്സ് മൈനസ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇൻറ്റു
എക്സ് മൈനസ് ആൽഫ മൈനസ് ഐ ബീറ്റ ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് എക്സിനെ ഇസ് 2 എന്ന് നമ്പർ ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഡിഗ്രി n ആയിട്ടുള്ള പോളിനോമിയലാണ്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യന്റ് കിട്ടും. ആ കോഷ്യന്റിന് QX എന്ന് പേര് കൊടുക്കുക. റിമൈൻഡർ കിട്ടും. റിമൈൻഡറിന്റെ ഡിഗ്രി അറ്റ്മോസ്റ്റ് 1 ആയിരിക്കും. Let QX be the quotient and AX plus B be the remainder. കാരണം റിമൈൻഡറിന്റെ ഡിഗ്രി അറ്റ്മോസ്റ്റ് 1 ആയതുകൊണ്ട് അതിന്റെ മോസ്റ്റ് ജനറൽ ഫോം AX plus B ആണ് റിമൈൻഡർ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് എഫ് ഓഫ് എക്സ്, ഡിവൈസർ എക്സ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, കോഷ്യന്റ് QX, റിമൈൻഡർ AX plus B. അപ്പോൾ ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ആ ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്നു. ഇതിൽ എക്സ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ മൈനസ് ഐ ബീറ്റ, ആ രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആണ്. അത് ഞാൻ ഫാക്ടേഴ്സ് തിരിച്ച് എഴുതുന്നു. ഇനി ഈ ഇക്വേഷൻ 3 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഫ് ഓഫ് എക്സ് ആണ് കിടക്കുന്നത്. ആൽഫ പ്ലസ് ഐ ബീറ്റ അത് എഫിന്റെ ഒരു 0 ആണ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന്റെ റൂട്ട് ആണ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഞാൻ ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന വാല്യൂ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേം അത് 0 ആയിട്ട് മാറും. റൈറ്റ് ഹാൻഡ് സൈഡിൽ പിന്നെ ബാക്കി ഉള്ളത് എ ആൽഫ പ്ലസ് ഐ ബീറ്റ പ്ലസ് ബി. എക്സിന് പകരം ആൽഫ പ്ലസ് ഐ ബീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദിസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആൽഫ പ്ലസ് ഐ ബീറ്റ പ്ലസ് ബി. ഇതാണ് എഫ് ഓഫ് ആൽഫ പ്ലസ് ഐ ബീറ്റ. ഇനി ആൽഫ പ്ലസ് ഐ ബീറ്റ എഫിന്റെ 0 ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇക്വേഷന്റെ റൂട്ട് ആയതുകൊണ്ട് എഫ് ഓഫ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. ദർഫോർ വി വിൽ ഗെറ്റ് എ ഇൻറ്റു ആൽഫ പ്ലസ് ഐ ബീറ്റ പ്ലസ് ബി equal to 0. But f of alpha plus I beta equal to 0, since alpha plus I beta is a 0 of f of x. Therefore, a into alpha plus I beta plus b equal to 0. Left hand side നമ്മൾ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 0നെയും നമുക്ക് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് 0 പ്ലസ് 0i എന്ന രീതിയിൽ എഴുതാം. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എ ആൽഫ പ്ലസ് ബി പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഐ ഇൻറ്റു എ ബീറ്റ. റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 പ്ലസ് ഐ 0. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ട് വിൽ ബി ഈക്വൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓൾസോ വിൽ ബി ഈക്വൽ. Then we will get a alpha plus b equal to 0 and a beta equal to 0 by equating the real and imaginary parts. In equation 5 product of two terms equal to 0 means one of the term must be 0. പക്ഷെ ബീറ്റ ഒരിക്കലും 0 ആവാൻ പറ്റില്ല. കാരണം എഫ് ഓഫ് എക്സിന്റെ റൂട്ടായിരുന്നു ആൽഫ പ്ലസ് ഐ ബീറ്റ, വേർ ആൽഫ പ്ലസ് ഐ ബീറ്റ ഇസ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന് ഇമാജിനറി പാർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ബീറ്റയ്ക്ക് 0 ആവാൻ പറ്റില്ല. Therefore, a must be 0. Since beta not equal to 0, from equation 5 we get a equal to 0. Now substitute this value in equation 4. Then we will get b equal to 0. Hence from equation 4 we get b equal to 0. അപ്പോൾ നമ്മൾ എക്സ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ ആയ എ എക്സ് പ്ലസ് ബിയിൽ എ 0 ആണ്, ബി 0 ആണ്. ദാറ്റ് മീൻസ്
ആ രണ്ട് ടേം ഇക്വേഷൻ 3യിലുള്ള ലാസ്റ്റ് 2 ടേംസ് ഇല്ലാതെ ആവുകയാണ്. Therefore, equation 3 can be written as f of x is equal to അല്ലെങ്കിൽ is defined as x minus alpha plus I beta into x minus alpha minus I beta into qx. പിന്നെയുള്ള രണ്ട് ടേം 0 ആയിപ്പോയി. ഇതിൽ എക്സിന് പകരം ആൽഫ മൈനസ് ഐ ബീറ്റ കൊടുത്താൽ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയി പോകും. ദാറ്റ് മീൻസ് എഫ് ഓഫ് ആൽഫ മൈനസ് ഐ ബീറ്റ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ആൽഫ മൈനസ് ഐ ബീറ്റ is a 0 of the polynomial f of x and hence alpha minus I beta is a root of equation f of x equal to 0. അപ്പോൾ നമ്മുടെ തിയറം പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇനി ഈ തിയറത്തിന്റെ ഒരു കൊറോളറി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, എനി ഇക്വേഷൻ ഓഫ് ഓഡ് ഡിഗ്രി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 റിയൽ റൂട്ട്. ഇപ്പോൾ 3 ഡിഗ്രി ഉള്ള ഒരു ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. ഒരു കോംപ്ലക്സ് റൂട്ട് വന്നാൽ അതിന്റെ കോൺജുഗേറ്റ് പെയർ അതും കൂടെ കോംപ്ലക്സ് റൂട്ട് ആയിരിക്കണം. അപ്പൊ 2 റൂട്ട് കോംപ്ലക്സ് നമ്പർ ആയി കഴിഞ്ഞു. പിന്നെ ഒരു റൂട്ടും കൂടിയാണ് ബാക്കിയുള്ളത്. അത് കോംപ്ലക്സ് ആയാൽ അതിന്റെ പെയറും കൂടെ വരണം. പക്ഷെ അതിന് പെയർ നമുക്ക് ആകെ 3 റൂട്ടേ വരാൻ പാടുള്ളൂ താനും. അപ്പൊ അതുകൊണ്ട് ഓഡ് ഡിഗ്രി ഉള്ള ഏത് ഇക്വേഷൻ എടുത്താലും അതിന്റെ ഒരു റൂട്ടെങ്കിലും റിയൽ ആയിരിക്കണം. ഇനി ഈ തിയറം ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ് അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. സോൾവ് ദ ഇക്വേഷൻ x⁴ പ്ലസ് 4x cube plus 5x square plus 2x minus 2 equal to 0 of which one root is minus 1 plus I. ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമ്മൾ പഠിച്ച ആദ്യത്തെ തിയറം അനുസരിച്ച് ഇതിന് 4 റൂട്ട് വേണം. അതിൽ ഒരു റൂട്ടാണ് -1 plus I. അപ്പോൾ ഇപ്പോൾ പഠിച്ച തിയറം വെച്ച് കോംപ്ലക്സ് റൂട്ട്സ് പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് -1 plus I ഒരു റൂട്ട് ആണെങ്കിൽ -1 minus I will also a root. ഓക്കെ, അപ്പൊ ഞാൻ തന്നിരിക്കുന്ന ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് അതിനെ ഒരു പോളിനോമിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. f of x is equal to x⁴ plus 4x cube plus 5x square plus 2x minus 2. We know that complex roots occur in conjugate pairs. So, since -1 plus I is a root, -1 minus I is also a root. അപ്പോൾ ഓരോ റൂട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എഴുതുകയാണ്. x minus -1 plus I and x minus -1 minus I are factors of x. ഈ രണ്ട് ഫാക്ടറുകളുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് ഈ മൈനസ് ഓപ്പൺ ചെയ്താൽ x+1 minus I ഇൻറ്റു x+1 plus I ഈക്വൽ ടു ഇവിടെ x+1 ഒരു ടേം -I അടുത്ത ടേം അങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് a - b ഇൻറ്റു a+b ഫോർമുലയിലാണ്. അപ്പോൾ a² - b², ദാറ്റ് ഈസ് x+1 all square minus I². I²ന്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ഇവിടെ +1 വരും. ഇത് a+b all square ഫോർമുലയിൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ x² plus 2x plus 1 plus 1. ഇത് ലാസ്റ്റ് രണ്ട് 1 കമ്പൈൻ ചെയ്ത് എഴുതിയാൽ x² plus 2x plus 2 എന്ന് കിട്ടും. ഇത് രണ്ടും f of xന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പ്രോഡക്റ്റ് ആയ x² plus 2x plus 2 is also a factor of f of x. ഇനി നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിനെ ഇപ്പോൾ കിട്ടിയ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് f of x by x² plus 2x plus 2. പോളിനോമിയലിന്റെ ഡിവിഷൻ നമുക്കറിയാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഫാക്ടർ ആയതുകൊണ്ട് റിമൈൻഡർ 0 തന്നെ കിട്ടണം. അപ്പോൾ കോഷ്യന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് x² plus 2x minus 1 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന പോളിനോമിയലിനെ എനിക്ക് ഈ കോഷ്യന്റിന്റെയും ഈ ഫാക്ടറിന്റെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. x² plus 2x plus 2 ഇൻറ്റു x² plus 2x minus 1.
ഇതിൽ x² + 2x + 2 അതിൻ്റെ ലീനിയർ ഫാക്ടേഴ്സ്, അതിൽ നിന്ന് കിട്ടുന്ന റൂട്ട് അത് നമുക്കറിയാം, -1 + i ആൻഡ് -1 - i. ബാക്കിയുള്ള രണ്ട് റൂട്ട് നമുക്ക് കിട്ടുക ഈ കോഷ്യൻ്റ് ആയ x² + 2x - 1 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ്. Hence, the other roots are obtained from x² + 2x - 1, which is a quadratic equation. Quadratic equation solve ചെയ്യാൻ നമുക്കറിയാം ax² + bx + c = 0 എന്ന ഇക്വേഷൻ്റെ റൂട്ട് x = -b ± √b² - 4ac / 2a. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ x കണ്ടുപിടിക്കുകയാണ്. x = -b -2 ± √b² 2² - 4a 1 × c -1 / 2a. That means 2. ഇവിടെ 2² 4 ആണ്. ഈ മൈനസും മൈനസും കൂടെ വരുമ്പോൾ +4 വരും. അപ്പോൾ 4 + 4 8 കിട്ടും. അപ്പോൾ which is equal to -2 ± √8 / 2. √8 എന്ന് പറഞ്ഞാൽ 4 × 2 ആണ്. 4 റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ √8നെ നമുക്ക് 2√2 എന്ന് എഴുതാം. which is equal to -2 ± 2√2 / 2. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ -1 ± √2 എന്ന് കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന 4th ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന റൂട്ടായ -1 + i, അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റായ -1 - i, ഇപ്പോൾ കിട്ടിയ -1 + √2 and -1 - √2. Hence, the roots of the given equation are these. Thank you.